ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റവ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. ഇത് മധുരമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് കൂടി പോവണ്ട കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ രീതിയിൽ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. റവ ആയതുകൊണ്ട് ഇതൊന്ന് കുതിർന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതൊരു 15 മിനിറ്റിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ റവ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാം. അതിനുശേഷം ഒരു തവി ബാറ്റർ എടുത്തിട്ട് നമുക്കിങ്ങനെ നെയ്യപ്പത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് കുറേശ്ശെ ഒന്ന് ഈ തിളച്ച എണ്ണ എന്നിങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ പൊന്തി വരും. ഇനി നമുക്കൊന്ന് മറച്ചിടാം. ഇനി 2-3 പ്രാവശ്യം നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. റവ കൊണ്ടുള്ള ഈ മധുരമുള്ള സ്നാക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.